7 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയമുള്ള കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ 12 മണിക്കൂർ ശാഖ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ശാഖ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ 7 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ 12 മണിക്കൂർ ശാഖയാണ് കൊപ്പം സെന്ററിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കേരള സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ശാഖാ കെട്ടിടത്തോടൊപ്പം നവീകരിച്ച നീതി മെഡിക്കൽ സ്റ്റോറും നീതി ലാബും ജനങ്ങൾക്ക് സമർപ്പിച്ചു. ബാങ്കിന്റെ പുതിയ നിക്ഷേപ പദ്ധതികളായ വിദ്യാജ്യോതി, കുടുംബത്തിന് ഒരു കരുതൽ ധനം തുടങ്ങിയ പദ്ധതികളും ചടങ്ങിൽ ആദ്യ നിക്ഷേപം സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ സഹകരണ സ്ഥാപനം സാമ്പത്തിക അച്ചടക്കം പാലിച്ചു മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ലാഭവിഹിതം നൽകിയും വരുന്ന സഹകരണ സ്ഥാപനം എന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ഈ പ്രവർത്തനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും സഹകരണ വകുപ്പിന് വേണ്ടി തന്നെ അഭിനന്ദിക്കുക. തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ളത് ഇപ്പോൾ സഹകരണ മേഖലയിലാണ്. സീനിയർ സിറ്റിസൺസിന് 9% പലിശ കൊടുക്കും നിക്ഷേപം, അല്ലാത്തത് 9% വരെയും. അതേസമയത്ത് നാഷണലൈസ്ഡ് ബാങ്കും ഷെഡ്യൂൾ ബാങ്കും കൊമേഴ്സ്യൽ ബാങ്കുമെല്ലാം 8%, ഏറ്റവും കൂടുതൽ 8.5% നോക്കിയാണ്. ഈ സന്ദർഭത്തിൽ നിക്ഷേപകർക്ക് ഏറ്റവും ആകർഷകമായ പലിശ നിരക്കും അതോടൊപ്പം എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾക്കേറെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മേഖലയെന്ന് ചോദിച്ചാൽ അത് സഹകരണ മേഖലയാണ്. മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി.പി. ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് എൻ.പി. രാമദാസ്, സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബൈദ ഇസാഖ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി.കെ. നാരായണദാസ്, എൻ.പി. വിനയകുമാർ, ടി. ഗോപാലകൃഷ്ണൻ, പി. ഉദയൻ, സാബിറ ടീച്ചർ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സഹകരണ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.